Next question. If the coefficient of x cube and x raised to 4 in the expansion of 4 plus kx whole raised to 7 are equal. എന്ന് പറഞ്ഞാലേ ഈ ബൈനോമിയൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 8 ടേം ഉണ്ടാവും. 7 + 1 8 ടേം ഉണ്ടാവും. ആ 8 ടേമിൽ എക്സ് ക്യൂബിൻ്റെ ടേമും ഉണ്ട്, എക്സ് റൈസ് ടു 4ൻ്റെ ടേമും ഉണ്ട്. അവരുടെ രണ്ടുപേരുടെ കോഎഫിഷ്യൻ്റ് ഉണ്ടല്ലോ ഫ്രണ്ടിലുള്ള നമ്പേഴ്സ്, അത് രണ്ടും ഈക്വൽ ആണെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബിൻ്റെ ടേമും ഉണ്ട്, എക്സ് റൈസ് ടു 4ൻ്റെ ടേമും ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിലുള്ള കോഎഫിഷ്യൻസ് സെയിം ആണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കെ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇത് ഇങ്ങനെ പറയുന്ന സമയത്ത് എക്സ് ക്യൂബിൻ്റെ ടേം ഉണ്ട്, എക്സ് റൈസ് ടു 4ൻ്റെ ടേം ഉണ്ട് എന്ന് പറഞ്ഞാൽ ജനറൽ ടേം ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഈ ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ ജനറൽ ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്, പഠിച്ചു വെച്ചേക്കാം. NCR A raised to n minus r b raised to r. ഓക്കെ, നമുക്കറിയാം n എന്ന് പറഞ്ഞാൽ ഇതാണ് 7, CR A എന്ന് പറഞ്ഞാൽ ഇതാണ് 4 raised to n minus r 7 minus r. B എന്ന് പറയുന്നത് ഇതാണ് KX whole raised to r. ഇതാണ് ജനറൽ ടേമിൻ്റെ ഇക്വേഷൻ. ഈ ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ ജനറൽ ടേമാണ് ഇത്. ഇവർ പറയണത്, അപ്പോൾ ഇത് നമുക്കൊന്ന് കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കാം. 7CR 4 raised to 7 minus r k raised to r. കണ്ടോ, k raised to r x raised to r. കെയുടെ തലമണ്ടയിൽ 6, എക്സിൻ്റെ തലമണ്ടയിലും 6. ശ്രദ്ധിക്കുക, ഇപ്പം ഇതാണ് ജനറൽ ടേം. ഈ ജനറൽ ടേമിൽ എക്സ് ക്യൂബിൻ്റെ ടേമും ഉണ്ട്, എക്സ് റൈസ് ടു 4ൻ്റെ ടേമും ഉണ്ട്. അത് രണ്ടിൻ്റെ കോഎഫിഷ്യൻ്റ് ഈക്വലാണ് എന്ന് പറഞ്ഞാലേ ഇതിന് 3 വെച്ച് നീയായിരുന്നു. അപ്പോൾ ഇത് എക്സ് ക്യൂബിൻ്റെ ടേം ആയില്ലേ 3 വെച്ചിട്ടുള്ളത്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ക്യൂബ് ഞാൻ എഴുതിയാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് എന്താവും, 3 വെക്കണമല്ലോ, നല്ല എക്സ് ക്യൂബ് ആവുള്ളൂ. അപ്പോൾ 7C3 6 3 ആയി. 4 raised to 7 minus 3 അല്ലേ, 7 minus 3 എന്ന് പറഞ്ഞാൽ 4 raised to 4 ശരി, 4 raised to 4 k raised to 3 k raised to 3. ഇനി നമുക്കറിയാം എക്സ് ക്യൂബിൻ്റെയും ഈക്വലാണ് എക്സ് റൈസ് ടു 4ൻ്റെ. എക്സ് റൈസ് ടു 4 എന്ന് പറയുമ്പോൾ ഈ 6ന് 4 കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താവും, കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് ടു 4 എന്തൊരു 7, 6ന് 4 കൊടുക്കണം. 7C4 4 raised to 7 minus 4 3 ആണ്, k raised to 4. ഇവർ പറഞ്ഞതനുസരിച്ച് ഇത് രണ്ടും എന്താണ്, ഇതും ഈക്വലാണ് അല്ലേ. അതാണ് പറഞ്ഞത് എക്സ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻറ്റും എക്സ് റൈസ് ടു 4ൻ്റെ കോഎഫിഷ്യൻറ്റും ഈക്വലാണ്. അപ്പോൾ നിങ്ങൾ എഴുതാം, ഞാൻ എഴുതുകയാണ്, ശ്രദ്ധിക്കാം. 7C3 4 raised to 4 k cube is equal to 7C4 4 cube k cube 4 cube k cube അല്ല 7C4 4 cube k raised to 4 സോറി k raised to 4. നിങ്ങൾ നോക്കി, ഇത് കട്ടാവും, അപ്പോൾ ഇത് 4 ആവും അല്ലേ, 4 ആവും. ഇത് കട്ടാവും, അപ്പോൾ ഇത് k ആവും. അപ്പോൾ ആൻസർ 7C3 × 4 is equal to 7C4 × k. നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കാം, 7C3യുടെ വാല്യൂ തന്നെയാണ് 7C4ൻ്റെ വാല്യൂ. കെയുടെ വാല്യൂ 4 എന്ന് നിങ്ങൾക്ക് കിട്ടും.